ഹലോ, പൊറോട്ടയ്ക്കും ചപ്പാത്തിക്കും ഒക്കെ പറ്റിയ നല്ലൊരു ചിക്കൻ കറിയുടെ റെസിപ്പി പറഞ്ഞു തരട്ടെ. അതിനായിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെക്കുക. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് കുരുമുളക് പൊടി ആദ്യം ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് പുരട്ടി വെച്ച ചിക്കൻ ചേർത്ത് ഹൈ ഫ്ലെയിമിലിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. കുറച്ച് നേരം ഇളക്കി കൊടുത്തിട്ട് ചിക്കൻ ഒരു വെള്ള കളറാകുമ്പോൾ അതൊന്ന് മൂടി വെച്ച് വേവിക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയിട്ട് കൊടുക്കണം. ചിക്കൻ ഒരുവിധം വെന്ത് വരുമ്പോൾ നമുക്ക് ചീനച്ചട്ടിയിൽ നിന്ന് മാറ്റി കൊടുക്കാം. എന്നിട്ട് അതേ എണ്ണയിലേക്ക് കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. പിന്നെ പച്ചമുളക് അരിഞ്ഞത്, കറിവേപ്പില ഇത്രയും ചേർത്തൊന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് 2 സവോള അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. നീളത്തിൽ അരിഞ്ഞ സവോളയാണ്. ഒരു 3/4 കിലോളം ചിക്കൻ ഉണ്ടായിരുന്നു, അതിലേക്ക് വേണ്ടി എടുത്തത് 2 എണ്ണം ആണ്. എന്നിട്ട് അതൊന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം മൂടി വയ്ക്കുക. അതിന് ശേഷം ഒന്ന് തുറന്നു കൊടുത്തിട്ട് അതിലേക്ക് നാളികേരത്തിൻ്റെ 2-ാം പാലാണ് ചേർത്ത് കൊടുത്തത്. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടിയും ചേർത്തിട്ട് അത് അടച്ച് വെച്ച് വേവിച്ചെടുക്കുക. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്നിട്ട് ഇളക്കി ഒന്ന് വേവിച്ചെടുക്കുക. എന്നിട്ട് അതിലേക്ക് നാളികേരത്തിൻ്റെ 2-ാം പാൽ തന്നെ കുറച്ചും കൂടി ചേർത്ത് കൊടുത്ത് പിന്നെ ചിക്കൻ ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒന്ന് മൂടി വയ്ക്കുക. അതിന് ശേഷം അതൊന്ന് തുറന്നിട്ട് അതിലേക്ക് കറിവേപ്പില, ഗരം മസാല, കുരുമുളക് പൊടി, പിന്നെ നാളികേരത്തിൻ്റെ 1-ാം പാൽ ഇത്രയും ചേർത്ത് ഒന്ന് ഇളക്കി വറ്റിച്ചെടുത്താൽ നമ്മുടെ ചിക്കൻ കറി റെഡിയാണ്. ഞാനിവിടെ പൊതി പൊറോട്ടയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ പൊതി പൊറോട്ടയിലേക്ക് പൊറോട്ടയുടെ മേലേക്ക് ചിക്കൻ കറി വെച്ച് കൊടുത്തു. പിന്നെ നമ്മൾ നാളികേരപ്പാൽ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, ആ നാളികേരപ്പാൽ ഒഴിച്ച് കൊടുത്തു. കുറച്ച് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഞാനിവിടെ പൊതി കെട്ടിയിട്ട് പാനിൽ വെച്ചിട്ട് ചുട്ടാണ് എടുക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ നന്നായി ഇങ്ങനെ കുതിർന്ന് വരണമെങ്കിൽ ആവി കയറ്റി വേണമെങ്കിൽ എടുക്കാം. ഇവിടെ അങ്ങനെ അത് അത്ര ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ചുട്ടാണ് എടുത്തത്. എന്തായാലും സംഭവം സൂപ്പറാണ്. വെറുതെ ചിക്കൻ കറി ഉണ്ടാക്കി പൊറോട്ട കൂട്ടി കഴിക്കാനും സൂപ്പറാണ് കേട്ടോ. താങ്ക് യു.